എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഓണമാണ്. എല്ലാവരും ഓണലഹരിയിലാണെന്നും അറിയാം. ഇന്ന് സമയച്ചുരുക്കം കൊണ്ട് എനിക്ക് വീഡിയോകളൊന്നും ചെയ്യാൻ സാധിച്ച നോർമലായിട്ടുള്ള ശകലം തിരക്കാറുണ്ട്. പക്ഷേ എങ്കിലും ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് മുന്നേ ആലോചിച്ചിരുന്നതായിരുന്നു. ആ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ എത്തുന്നത്. ഇന്ന് നമ്മൾ പലരെയും വിളിച്ച് നമ്മുടെ ആശംസകൾ അറിയിക്കും. പലരും നമ്മെ വിളിക്കും. എന്നാൽ നമ്മെ വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങളിൽ നിന്നായിരിക്കും നമ്മെ അന്വേഷിക്കുന്ന ഫോണുകളെത്തുക. ഒരുപക്ഷെ നമ്മളും വിളിക്കുന്ന പലരും അവർ നമ്മുടെ കോളുകളും പ്രതീക്ഷിച്ചിരിക്കില്ല. എന്തായാലും ഇന്നത്തെ ഓണം ദിവസം എത്ര പേർ സമ്പൂജ്യരായി ഈ ഓണത്തെ ആഘോഷിക്കുന്നു, എത്ര പേർ ഒരു നോർമലായി ഓണത്തെ ആഘോഷിക്കുന്നു, എത്ര പേർ അതിസന്തോഷമായി തങ്ങളുടെ കൊച്ചുമക്കളോടും കുടുംബത്തോടും ഒപ്പം ഓണം ആഘോഷിക്കുന്നു, നമുക്കറിയില്ല. എന്നാൽ ഒരു ചിലരുണ്ട്, അവരുടെ എല്ലാ ദുഃഖങ്ങളും മൗന ദുഃഖങ്ങളും മറച്ചു വച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് ഈ ഓണത്തെ എതിരേൽക്കുന്നവരുണ്ട്. അവരെയാണ് നമ്മൾ കൂടുതൽ പ്രശംസിക്കേണ്ടത്. കാരണം ഓരോ വ്യക്തികൾക്കും അവർക്ക് അവരുടേതായ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. അത് എല്ലാവരോടൊപ്പം പങ്കുവയ്ക്കാൻ സാധിക്കാത്ത ദുഃഖങ്ങളുമായിരിക്കും. ഉദാഹരണം, ഒരു മാതാപിതാക്കൾ പ്രസക്തരായിരുന്നവർ, വളരെ സ്മാർട്ടായിരുന്നവർ, കാലങ്ങൾ കഴിയുമ്പോൾ അവരുടെ പ്രായം ഒരുപക്ഷെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത്ര കണ്ട് ആക്റ്റീവ് ആക്കാൻ പറ്റില്ല. സോ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ കുടുംബത്തിൽ തന്നെ കഴിയേണ്ട ഒരവസ്ഥ. മക്കൾ അവരോടൊപ്പം കാണും, ചിലർ കാണാതിരിക്കും. എന്നാൽ അവർക്ക് ഉണ്ടാകുന്ന ചില ദുഃഖങ്ങൾ ചില മാതാപിതാക്കൾ മക്കളോടോ മറ്റാരോടോ പങ്കുവയ്ക്കില്ല. കാരണം അവരുടെ ചില ആവശ്യങ്ങൾ, അത്യാവശ്യം വേണ്ട ആവശ്യങ്ങൾ അറിയാതെ പോണവരായിരിക്കും അർഹതപ്പെട്ടവർ. അപ്പോൾ ചില മാതാപിതാക്കന്മാർ അതാരെയും അറിയിക്കാറില്ല. അതെല്ലാം അത് മനസ്സിൽ ഉള്ളിൽ ഒതുക്കി അങ്ങ് ദിവസങ്ങൾ കഴിഞ്ഞുവിടും. അപ്പോഴത്തേക്കും മക്കൾക്കറിയില്ല. ഒരു കോമണായി നോക്കുമ്പോൾ ദർ ഓക്കെ, ദർ പേരൻസ് ഹാപ്പിയാണ്, അവർക്ക് സന്തോഷമുണ്ട്, അവർ നല്ല രീതിയിൽ താമസിക്കുന്നു, നല്ല രീതിയിൽ അവരെ പരിചരിക്കുന്നു, അവർക്കൊക്കെ എല്ലാം ഉണ്ട്. ബട്ട് എങ്കിൽ തന്നെയും അത്ര ഡീപ്പ് കണ്ട അച്ഛനോടോ അമ്മയോടോ ചേർന്ന് നിന്ന് അമ്മേ അല്ല അച്ഛാ എന്താണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്താഗ്രഹം ഞങ്ങളോട് പറയണം. അങ്ങനെ ചോദിക്കാത്തവരോട് മോസ്റ്റ്ലി ഒരുവിധം മക്കളോട് സ്നേഹമുള്ളവർ അവർ ഒന്നും ആവശ്യപ്പെടില്ല. എനിക്ക് ഇന്നത് വേണം. എപ്പോഴും അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അവരെങ്ങനെയുള്ള ആൾക്കാരായിരുന്നു, ധർമ്മിഷ്ഠരായിരുന്നു, ആൾക്കാരെ ചേർത്ത് പിടിക്കുന്നവരായിരുന്നു, ആക്റ്റീവ് ആയിരുന്നോ, സുഹൃത്ത് വലയങ്ങൾ തേടുന്നവരാണോ, സുഹൃത്തുക്കളെ എപ്പോഴും ബന്ധം പുലർത്തുന്നവരാണ്, അങ്ങനെയുള്ളവർ എന്ന് അവരാണെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ അവർക്കുണ്ടോ ഇല്ലയോ എന്ന് ഒരു ചിലർ അന്വേഷിക്കാറ്, മക്കളും അന്വേഷിക്കാറില്ല. അവിടെയൊക്കെ മൗനമായി കഴിയേണ്ടി വരുന്ന മാതാപിതാക്കൾ എങ്കിൽ തന്നെയും ആ മൗനത്തിനുള്ളിലും ആ വിഷാദങ്ങൾക്കുള്ളിലും മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ചിരിച്ച മുഖമായി നിൽക്കും. അത് വലിയൊരു കഴിവാണ്. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. കാരണം നമ്മെ കാണാനെത്തുന്നവർ, നമ്മുടെ വിശേഷം അറിയുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളാരും എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്,
അതൊന്നും പറയാൻ പറ്റില്ല. കാരണം പ്രഥമ വീക്ഷണത്തിൽ അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലെന്നൊരു തോന്നലല്ല, അത് യാഥാർത്ഥ്യം ആണ്. പക്ഷേ എങ്കിലും നമ്മൾ ഉള്ളിലേക്ക് കടന്നെത്തുമ്പോൾ, ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് കടന്നെത്തുമ്പോൾ മാത്രമേ അവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ പുറത്തെടുക്കൂ. ഇനി ഒരു പക്ഷേ അങ്ങനെ പുറത്തെടുത്താൽ അത് കേൾക്കുന്നവർ വല്ലാതെ വിഷമിക്കും, പ്രയാസമുണ്ടാകും. ഇവർ ഇത്രയും സൗകര്യത്തെക്കുള്ളവരാണെങ്കിലും അവർ ആഗ്രഹിക്കുന്നത്, അവരർഹിക്കുന്നത് കിട്ടുന്നില്ല. അവിടെ എന്തെയോ കുറവുകളുണ്ട്. ഇത് എല്ലാ കുടുംബത്തിലും, എല്ലാ പേരൻസിലും, ബിറ്റ്വീൻ പേരൻസിലും കുഞ്ഞുങ്ങളും ഇടയ്ക്കുണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനാർക്കും ഒരു അവസാനം ഇതുവരെയ്ക്കും കണ്ടെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരും എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, നിങ്ങൾ സന്തുഷ്ടരാണെങ്കിൽ തന്നെയും നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ടേസ്റ്റുകൾ അറിയാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ അടുപ്പം നിങ്ങളോട് കാണിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി. ഇനി കുഞ്ഞുങ്ങൾ മാസം തോറും നിങ്ങൾക്ക് കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും തരപ്പെടുന്നു, ജോലിക്കാരുണ്ട്, എവറിത്തിങ് എല്ലാം ഓക്കെ. അവരുടെ ഒരു ബന്ധം 5-ാം തീയതി 3-ാം തീയതിയുള്ള ഫണ്ടുകൾ അങ്ങനെ അക്കൗണ്ട്സിലോട്ട് ട്രാൻസ്ഫർ, ജോലിക്കാരുടെ ശമ്പളം, കറണ്ട് ബില്ല്, ഫുഡ് എക്സ്പെൻസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, അതിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിന് യാതൊരു കുഴപ്പമില്ല. അവിടെ കൊണ്ട് തീരുന്നുണ്ടോ? ഇല്ല, അവിടെ കൊണ്ട് തീരുന്നില്ല ബന്ധങ്ങൾ. പാരൻസും കുഞ്ഞുങ്ങളും തമ്മിലുള്ളൊരു ബന്ധങ്ങൾ എന്ത് പറയുന്നത് ഒരു വലിയൊരു ബന്ധമാണ്. പക്ഷേ അതിന് നമുക്കൊരു പരിമിതികളില്ല, അതിന് യാതൊരു അന്തമില്ലാത്തൊരു സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ഉള്ളിടം, അതിൻ്റെ കണ്ടെത്താൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ചില പേരൻസ് മാത്രമേ അവർ മനസ്സ് തുറന്ന് സ്വന്തം കുഞ്ഞുങ്ങളോട് അവരുടെ ബുദ്ധിമുട്ടുകളെ പങ്കുവയ്ക്കുള്ളൂ. മറ്റുള്ളവർ പങ്കുവയ്ക്കില്ല. കാരണം അവർക്കതിന് ഹാബിറ്റ്സ് ഇല്ല. അവരാരുടെയും ഔദാര്യത്തിൽ ജീവിച്ചവർ. അവർ ഓർമ്മയുള്ളപ്പോൾ അവരവരുടേതായ ജീവിതശൈലി ജീവിച്ചു, വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളായി, കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞു, അവരവരുടേതായ ഫാമിലിയായി എല്ലാം വരുമ്പോൾ തന്നെ ഒരു 60-70 ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ സംരക്ഷണയിൽ മാതാപിതാക്കൾ കഴിയേണ്ട സാഹചര്യം എത്തിച്ചേരുന്നു. അന്ന് എത്തിച്ചേരുമ്പോൾ അവരുടെ മുൻകാലങ്ങളിൽ അവർ ജീവിച്ച ആ ജീവിതശൈലി പിന്തുടർന്നുമില്ല. പക്ഷേ ഒരു സാമാന്യമായ ഒരു ശൈലി പിന്തുടരണമെങ്കിൽ അവർക്ക് പണം മാത്രം മതിയാകില്ല, മറിച്ച് അവരുടെ മനസ്സിനെക്കുറിച്ച് അറിയണം. മാതാപിതാക്കൾ അവരുടെ മനസ്സെന്താണ്, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് എന്താണ് വേണ്ടത്, പറയാതെ തന്നെ വേണ്ടത് എന്താണെന്ന് അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു മനസ്സിൻ്റെ ഉടമ ആയിരിക്കണം അവരുടെ സന്താനങ്ങൾ, അവരുടെ മക്കൾ. അപ്പോഴാണ് അവരുടെ ജീവിതം സഫലമാകുന്നത്. ഈ ഓണം എല്ലാവർക്കും നല്ലത് വരണം. ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ വാക്യങ്ങൾ. എന്ത് തന്നെ ആയിരുന്നാലും ജീവിതത്തിൽ നാം പല ഓണങ്ങളും കഴിഞ്ഞവരാണ്. ഇനിയും ഓണം കാണേണ്ടി വരും. എന്തുണ്ടെങ്കിലും ജീവിതം എത്ര ദുഃഖമുണ്ടെങ്കിൽ അത് മനസ്സിൽ ഒളിച്ച് നല്ലൊരു നല്ലൊരു ദിവസങ്ങൾക്ക് വേണ്ടി അത് സഫർ ചെയ്യാനുള്ള, അത് ക്രോസ് ചെയ്യാനുള്ള ഒരു തൻ്റെയിടം കിട്ടാൻ വേണ്ടി നമുക്ക് ജീവിക്കേണ്ടിയിരിക്കുന്നു. എത്ര ദുഃഖമെന്നായിരുന്നാലും ചിരി കൊണ്ട് അടക്കുക. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക്. താങ്ക് യു.